പിണറായി വിജയന് CPI നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനം. തോൽവിക്ക് കാരണം പിണറായി വിരുദ്ധ വികാരമാണ്. വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുന്ന മുഖ്യമന്ത്രിയുടെ സമീപനം ന്യൂനപക്ഷങ്ങളെ അകറ്റി. ഭരണത്തിലെ വീഴ്ചകളിൽ പരിശോധന വേണം. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ വേണ്ടെന്നും യോഗങ്ങളിൽ അഭിപ്രായമുയർന്നു. എന്നാൽ CPM-നാണ് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനുള്ള അവകാശമെന്നും വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, CPI എങ്ങനെ ഈ തോൽവിയെ വിലയിരുത്തുന്നു എന്നുള്ളതും പ്രധാനമാണ്. നേരത്തെ തന്നെ ഇപ്പോൾ ഈ വോട്ടെടുപ്പിന് മുമ്പേ തന്നെ ചേർന്ന പല തലങ്ങളിലുള്ള CPI മീറ്റിങ്ങുകളിലും അതുവരെ ഉണ്ടായ ഭരണവീഴ്ചകളെയൊക്കെ പലതരത്തിൽ വിമർശന വിധേയമായതാണ്. പക്ഷെ വലിയൊരു തോൽവിക്ക് പിന്നാലെ ചേർന്ന CPIയുടെ ആദ്യ യോഗത്തിൽ എങ്ങനെ തോറ്റു എന്ന കാര്യത്തിൽ എന്തെല്ലാം വിമർശനങ്ങളാണ് പ്രതിനിധികൾ ഉയർത്തിയത്? വിമർശനം അതൊരു പൊതുവെ നമ്മൾ കാണുമ്പോൾ അവരുടെ നേതൃത്വത്തെ വിമർശിക്കാതെ മറ്റൊരു നേതൃത്വത്തെ വിമർശിക്കുന്ന സ്വഭാവം അതിനകത്തുണ്ട്. ഒരു സ്വയം വിമർശനത്തിന്റെ കാതലായ ഭാഗം അതിനകത്ത് കാണുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. എന്നിരുന്നാലും നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്ന കാര്യം ഈ തോൽവിയുടെ കാരണങ്ങൾ എന്താണ് എന്ന് CPI പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിണറായി വിജയന്റെ പിണറായി വിജയന്റെ ഇടപെടലുകൾ, പിണറായി വിജയൻ സംസാരിച്ച ഭാഷകൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായിട്ടുണ്ട്. വീട്ടിൽ പോയി ചോദിക്ക്, ഡാഷ് മോനെ അടക്കമുള്ള വാക്കുകൾ അത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആക്കം കൂട്ടി എന്നാണ് CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ചില അംഗങ്ങൾ പൊതുവെ പറഞ്ഞത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരേണ്ടതില്ല എന്നുള്ള അഭിപ്രായം കൂടി ഉയർന്നു വന്നിട്ടുണ്ട് CPIയിൽ നിന്ന്. പക്ഷേ CPI അല്ല അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത്, CPM ആണ് ആര് പ്രതിപക്ഷ നേതാവാകണം എന്നുള്ളത്. CPM-ന് അതിനകത്ത് അഭിപ്രായം പറയാം എന്നതിനപ്പുറത്തേക്ക് CPM-ന്റെ നിലപാടിനപ്പുറം പോയി അത് വേണ്ട എന്ന് പറയാനുള്ള ഒരു മുന്നണി സംവിധാനത്തിൽ അങ്ങനെ പറയാൻ CPIക്ക് എന്തായാലും കഴിയില്ല. എന്തായാലും വലിയ വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉണ്ടായില്ല എന്നുള്ളതൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചില ജില്ലകളിലെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു സ്വയം വിമർശന സ്വഭാവത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാനും കഴിയും. അതിനൊപ്പം തന്നെയാണ് ഇപ്പോ ബിനോയ് വിശ്വം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം CPM-ന്റേതാണ്, അതിൽ ഇടപെടാൻ CPIക്ക് താല്പര്യമില്ല. ചില മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ചില വാർത്തകൾ നൽകുന്നുണ്ട്, അത് വസ്തുതാവിരുദ്ധമാണ് എന്ന നിലപാട് കൂടി CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. എന്തായാലും ഒരു വിലയിരുത്തലിലേക്ക് CPI കടന്നിട്ടുണ്ട്. CPIയുടെ നേതൃയോഗം അവസാനിച്ചിട്ടുണ്ട്. നാളെ ഒരു പക്ഷേ വാർത്താ സമ്മേളനം ഉണ്ടായി കാര്യങ്ങൾ CPI വിശദീകരിച്ചേക്കാം. യെസ്, അപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യത്തിൽ ഒരു പൊതുവിലയിരുത്തലിലേക്ക് CPI എത്തിയിട്ടില്ല. തുടക്കത്തിൽ ചേർന്ന യോഗങ്ങളിലൊക്കെ CPM-നും ഒപ്പം പിണറായിക്കും പറ്റിയ വീഴ്ചകളെ തുറന്നു കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് വിശദാംശങ്ങളാണ് സൈഫ് സൈനുലാബ്ദീൻ നൽകിയത്.